90 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായി കഴിഞ്ഞ മാസം 2026 ജൂലൈയിൽ ലോകത്തെവിടെയും ഒരൊറ്റ പുതിയ ജാഗ്വർ കാർ പോലും വിറ്റില്ല. കാരണം വിൽക്കാൻ അവർക്ക് കാറില്ല, ഡീലർഷിപ്പില്ല. ആ ബ്രാൻഡ് ഇന്ന് ഇൻവെന്ററി ഇല്ലാത്തൊരു ഓട്ടോമൊബൈൽ ശവപ്പറമ്പാണ്. തിരിച്ചുവരവില്ലാത്ത വിധം അതിൻ്റെ പതനം പൂർത്തിയായി കഴിഞ്ഞു. ഒരു വർഷം മുമ്പ് പെട്രോൾ ഡീസൽ കാറുകൾ ഉണ്ടാക്കുന്നത് അവർ അവസാനിപ്പിച്ചു. ഇനി ഭാവി EV ആണെന്ന് പ്രഖ്യാപിച്ച് പുറത്തിറക്കിയ ഒരു പിടി കാറുകൾ ലോകത്തിന് തമാശ മാത്രമായി. ഇംഗ്ലീഷ് റോയൽ ബ്ലഡ് ലൈനിൻ്റെ തിളക്കവും ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിൻ്റെ കൃത്യതയും ചേർന്നാൽ വിസ്മയങ്ങളുണ്ടാകുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത ജാഗ്വർ. ബുക്ക് ചെയ്ത് 3 വർഷം വരെ കാത്തിരിക്കാൻ തയ്യാറുണ്ടായിരുന്ന അതിൻ്റെ ആരാധകർ എല്ലാം തീരുകയാണ്. ഇതുവരെ ഒരു ബ്രാൻഡും ഇങ്ങനെ അവസാനിച്ചിട്ടില്ല. ജാഗ്വാറിനെ ഏറ്റെടുത്ത ഫോർഡും അത് കഴിഞ്ഞ് ടാറ്റ മോട്ടോഴ്സും ചേർന്ന് ഇല്ലാതാക്കിയ ആ ഇതിഹാസത്തിൻ്റെ ദുരന്ത കഥയാണിത്. ജാഗ്വാറിൻ്റെ നാശം തുടങ്ങിയത് ടാറ്റ വാങ്ങിയപ്പോഴല്ല. 1989 ജാഗ്വാറിനെ ഏറ്റെടുത്ത ഫോർഡാണ് അതിൻ്റെ മേൽക്കൂരയ്ക്ക് ആദ്യം തീ കൊടുത്തത്. $2.5 ബില്യൺ മുടക്കി അന്ന് വരെയുള്ള എല്ലാ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പർച്ചേസുകളുടെയും റെക്കോർഡ് തകർത്താണ് ഫോർഡ് ജാഗ്വാറിനെ വാങ്ങുന്നത്. 18 വർഷം കഴിഞ്ഞ് 2018 ടാറ്റയ്ക്ക് കൈമാറുമ്പോഴേക്കും ജാഗ്വാർ അതിൻ്റെ ഗതകാല പ്രതാപങ്ങളുടെ അടുത്തെങ്ങുമില്ലായിരുന്നു. ജാഗ്വാർ എക്കാലവും ഒരു നേഷ്യ ബ്രാൻഡാണ്. ഡിമാൻഡ് നിലനിർത്താൻ കുറച്ച് മാത്രമേ അത് വിപണിയിലുണ്ടാകൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ അത് വാങ്ങാനാകൂ. എല്ലാ മോഡലുകളിലുമായി ഒരു വർഷം 70,000 കാറുകളിൽ കൂടുതൽ അവർ അതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, വിറ്റിട്ടുമില്ല. ആംഗ്ലിക്കൻ റോയൽ ക്ലാസിൻ്റെ ആഡംബരവും ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിൻ്റെ പെർഫെക്ഷനും ബ്ലെൻഡ് ചെയ്ത അപൂർവ ജന്മങ്ങളായിരുന്നു അവരുടെ ഓരോ കാറും. എന്നാൽ അമേരിക്കയിൽ നിന്നും അറ്റ്ലാന്റിക് കടന്നെത്തിയ ഫോർഡ് ഇതൊന്നും കണ്ടില്ല. അവർ ജാഗ്വാറിനെ ഏറ്റെടുത്തപ്പോൾ നടപ്പാക്കിയത് വോളിയം ട്രാപ്പ് തന്ത്രമാണ്. ജർമ്മൻ വടവൃക്ഷങ്ങളായ BMW-നോടും മെഴ്സിഡസ് ബെൻസിനോടും ഓഡിയോടും നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഫോർഡ് ജാഗ്വാറിനെ വാങ്ങിയത്. ക്വാളിറ്റിയിലും മാർക്കറ്റ് സെഗ്മെന്റിലും ജാഗ്വാർ അവർക്കൊപ്പം ഉണ്ടായിരുന്നതുമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ജാഗ്വാർ പിറകിലാണെന്ന് ഫോർഡ് കണ്ടു: ഉൽപ്പാദനം. BMW 1990-കളിൽ വർഷം 3 ലക്ഷം കാർ വിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജാഗ്വാറും വർഷത്തിൽ 3 ലക്ഷം കാർ വിൽക്കട്ടെ എന്ന് ഫോർഡ് CEO ഹരോൾഡ് പോളിംഗ് തീരുമാനിച്ചു. അവിടെ തുടങ്ങി ആ ബ്രാൻഡിൻ്റെ പറുദീസ നഷ്ടം. ജാഗ്വാറിൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി ഗ്രേസ്, സ്പേസ് ആൻഡ് പേസ് എന്നേക്കുമായി പടിയിറങ്ങിപ്പോയി. സ്കെയിൽ എക്കണോമിയിൽ ഫോർഡിൻ്റെ കണക്ക് തെറ്റായിരുന്നുവെന്ന് മാർക്കറ്റിനെ കുറിച്ച് നേരിയ ധാരണയെങ്കിലുള്ളവർക്കറിയാം. പ്രീമിയം ലക്ഷറി ബ്രാൻഡുകൾക്ക് വോളിയത്തേക്കാൾ പ്രധാനം എക്സ്ക്ലൂസിവിറ്റിയാണ്. ഫോർഡ് അസംബ്ലി ലൈനിൽ മാസ് മാർക്കറ്റ് കാറുകൾ അസംബിൾ ചെയ്യും പോലെ ചുട്ടെടുക്കാവുന്ന ഒന്നായിരുന്നില്ല ജാഗ്വാർ. എന്നിട്ടും BMW 3 സീരീസിനെയും മെഴ്സിഡസ് C ക്ലാസിനെയും നേരിടാൻ ഒരു വർഷം 3 ലക്ഷം കാർ ഉണ്ടാക്കാനാണ് ഫോർഡിൻ്റെ ജാഗ്വാർ തീരുമാനിച്ചത്. അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഓൾ അമേരിക്കൻ മോഡൽ ജാഗ്വാർ 2001 പുറത്തിറങ്ങി. പേര് ജാഗ്വാർ X ടൈപ്പ്. BMW 3യുമായി നേരിട്ട് മുട്ടാനുള്ള കാർ. എന്നാൽ ഓട്ടോമൊബൈൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ഡില്യൂഷൻ എന്നാണ് ഇന്നതിനെ മാർക്കറ്റ് ഹിസ്റ്റോറിയന്മാർ വിളിക്കുന്നത്. ബ്രിട്ടീഷുകാരന് ജർമ്മനിക്കാരിയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന കാറായിരുന്നു ജാഗ്വാർ X ടൈപ്പ്. സത്യം പറഞ്ഞാൽ X ടൈപ്പ് ഒരു ജാഗ്വാർ കാറേ ആയിരുന്നില്ല. ഫോർഡിൻ്റെ പോപ്പുലർ ഫാമിലി കാറായ മോണ്ടിയോയുടെ പ്ലാറ്റ്ഫോമിൽ നേരിയ മാറ്റങ്ങൾ വരുത്തി പണിത വണ്ടി. ഇൻറ്റീരിയറിലും ഡാഷ്ബോർഡിലും ഫോർഡിൻ്റെ ചീപ്പ് പ്ലാസ്റ്റിക് സ്വിച്ചുകൾ വരെ ഉണ്ടായിരുന്നു. ഫോർഡ് കരുതിയത് ജാഗ്വാറിൻ്റെ ബ്രാൻഡ് നെയിം മാത്രം മതി കാറുകൾ വിൽക്കാനെന്നാണ്. അതിൻ്റെ അടിസ്ഥാനശിലയായ ഇംഗ്ലീഷ് റോയൽ ബ്ലഡ് ലൈനും ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് മികവും അവർ മറന്നു. പണി പാളിയെന്ന് ഫോർഡിന് മനസ്സിലായത് റിവ്യൂകൾ വന്നപ്പോഴാണ്. വില കൂടിയ ബോണറ്റും ജാഗ്വാർ ബാഡ്ജുമുള്ള ഒരു ഫോർഡ് മോണ്ടിയോ എന്നാണ് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകൾ X ടൈപ്പിനെ വിളിച്ചത്. എൻട്രി ലെവൽ ലക്ഷറി സെഗ്മെന്റിലേക്ക് കുറഞ്ഞ വിലയിൽ കാർ അവതരിപ്പിച്ചപ്പോൾ പഴയ ജാഗ്വാർ ഉടമസ്ഥരുടെ റോയൽറ്റിക്ക് ക്ഷതമേറ്റു. ഒരു വർഷം 2 ലക്ഷം യൂണിറ്റുകളെങ്കിലും വിൽക്കാമെന്നായിരുന്നു X ടൈപ്പ് പുറത്തിറങ്ങിയപ്പോൾ ഫോർഡിൻ്റെ കണക്കുകൂട്ടൽ. ഈ പ്രൊജക്ഷൻ്റെ അടുത്തെങ്ങും എത്തിയില്ല വിൽപ്പന. കൂടുതൽ X ടൈപ്പ് ഉണ്ടാക്കാൻ ലിവർപൂളിലെ ഫോർഡിൻ്റെ പ്രശസ്തമായ ഹേൽവുഡ് പ്ലാന്റ് ജാഗ്വാർ കാറുകളുടെ അസംബ്ലിക്ക് മാത്രമായി റിനോവേറ്റ് ചെയ്തു. ഫോർഡ് എസ്കോട്ട് പോലുള്ള പോപ്പുലർ മാസ് മാർക്കറ്റ് കാറുകൾ ഉണ്ടാക്കിയിരുന്ന പ്ലാന്റാണ് ഇങ്ങനെ തല്ലിക്കൊഴിച്ച് ജാഗ്വാറിന് വേണ്ടി തട്ടിക്കൂട്ടിയത്. എന്നിട്ടോ ഹേൽവുഡ് പ്ലാന്റിൽ ഡിമാൻഡ് തീരെ കുറവായിരുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് കാറുകൾ അസംബിൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഫാക്ടറിയിൽ കാറുകൾ കെട്ടിക്കിടന്നു. മാർക്കറ്റ് നിശ്ചലമായിരുന്നു. നിലനിൽക്കാൻ X ടൈപ്പിന് വലിയ ഡിസ്കൗണ്ടുകളും ഡീലർ ഇൻസെൻറ്റീവുകളും പ്രഖ്യാപിച്ചു. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. തുടർച്ചയായ വിലയിടിവ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന നല്ല ഒന്നാന്തരം ബ്രിട്ടീഷ് ജാഗ്വാർ കാറുകളുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് വാല്യൂ കുത്തനെ താഴേക്ക് പോയി. ഫോർഡ് മോണ്ടിയോ വാങ്ങും പോലെ ജാഗ്വാറും വാങ്ങാമെങ്കിൽ പിന്നെന്ത് ബ്രാൻഡ് എക്സ്ക്ലൂസിവിറ്റിയാണുള്ളത്? ഈ തെറ്റിൽ നിന്ന് ഫോർഡ് ഒന്നും പഠിച്ചില്ല എന്നാണ് പിന്നീട് വന്ന മോഡലുകൾ തെളിയിച്ചത്. അവർ ചിലവ് കുറയ്ക്കാൻ കോമൺ പ്ലാറ്റ്ഫോം സ്ട്രാറ്റജി തന്നെ തുടർന്നു. X ടൈപ്പ് ദുരന്തത്തിന് ശേഷം പിന്നാലെ എത്തിയവരാണ്
ജാഗ്വർ എസ് ടൈപ്പും ലിങ്കൺ LSഉം. ജാഗ്വർ എസ് ടൈപ്പ് ഉണ്ടാക്കിയത് ഫോർഡിന്റെ DEW98 പ്ലാറ്റ്ഫോമിലാണ്. ഇതേ പ്ലാറ്റ്ഫോമിലാണ് അമേരിക്കൻ വിപണിയിലെ ലിങ്കൺ LS, ഫോർഡ് തണ്ടർബേർഡ് എന്നിവയും ഉണ്ടാക്കിയത്. അതവർ ജാഗ്വാറിനും കൊടുത്തു. പ്ലാറ്റ്ഫോം ഷെയറിംഗ് കാരണം ജാഗ്വാറിന്റെ മുഖമുദ്രയായ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനും സ്പോർട്ടി ഹാൻഡ്ലിംഗും പോയി. ജാഗ്വർ കാറുകൾ എക്കാലത്തും റിയർ വീൽ ഡ്രൈവ് ആർക്കിടെക്ചറിലാണ് പേര് കേട്ടിരുന്നത്. ഫോർഡിന്റെ മോഡലുകളിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൊണ്ടുവന്നപ്പോൾ ബ്രാൻഡിന്റെ സ്പോർട്ടി ഇമേജ് ഇല്ലാതായി. ഇലക്ട്രിക് സിസ്റ്റംസും ഇലക്ട്രോണിക്സും ഫോർഡിന്റെ ചീപ്പ് അമേരിക്കൻ ട്രക്കുകളിൽ നിന്ന് കടമെടുത്തതായിരുന്നു. ജാഗ്വാർ പോലൊരു ബ്രാൻഡിൽ ഇതൊന്നും ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. 2000 ആണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഓട്ടോമൊബൈൽ ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായി. പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് കാറുകൾ ജനിച്ചത്. അപ്പോഴും ഫോർഡ് ജാഗ്വാറിനെ അനാവശ്യമായ റെട്രോ സ്റ്റൈലിങ്ങിൽ തളച്ചിട്ടു. ഓഡിയും BMW-യും ബെൻസും അഗ്രസീവ് ഫ്യൂച്ചറിസ്റ്റിക് ടെക് ഓറിയന്റഡ് ഡിസൈനുകൾ കൊണ്ടുവന്നു. ജാഗ്വാർ അപ്പോഴും 1960കളിലെ ക്ലാസിക് റെട്രോ ഓവർക്രോം ഫിനിഷ്, വുഡൻ ഡാഷ്, റൗണ്ട് ലൈറ്റ് യുഗത്തിൽ തന്നെ കിടന്നു. എന്നാൽ അതും വൃത്തിയായി ചെയ്തോ? അതുമില്ല. BMW-ൽ സാക്ഷാൽ ക്രിസ് ബാംഗിളിന്റെ ഡിസൈൻ വിപ്ലവം നടക്കുന്ന സമയമാണെന്ന് ഓർക്കണം. ഓഡി സിംഗിൾ ഫ്രണ്ട് ഗ്രില്ലും LED ലൈറ്റുകളും അവതരിപ്പിച്ചിരിക്കുന്നു. ജാഗ്വാർ കാറുകൾ റിട്ടയർ ചെയ്ത പ്രായമായ ആളുകൾക്ക് മാത്രമുള്ളതാണെന്ന ധാരണ മാർക്കറ്റിൽ ശക്തമായി. പുതിയ തലമുറയിലെ പ്രൊഫഷണലുകളും യുവ ബിസിനസ്സുകാരും ജാഗ്വാറിനെ ഒഴിവാക്കി BMW-യിലേക്കും ഓഡിയിലേക്കും ചേക്കേറി. ബ്രിട്ടീഷുകാർക്ക് വേണ്ടാത്ത ജാഗ്വാറിനെ ലോകവും കൈയൊഴിഞ്ഞു. 1999-ൽ ഫോർഡ് തന്ത്രപരം എന്ന് വിശേഷിപ്പിച്ച് അവരുടെ ലക്ഷറി ബ്രാൻഡുകളെല്ലാം കൂടി പ്രീമിയർ ഓട്ടോമൊബൈൽ ഗ്രൂപ്പ് എന്ന PAG ഉണ്ടാക്കി. ജാഗ്വാർ, ലാൻഡ് റോവർ, വോൾവോ, ആസ്റ്റൺ മാർട്ടിൻ, ലിങ്കൺ ബ്രാൻഡുകളാണ് ഇതിലുണ്ടായിരുന്നത്. എന്നാൽ PAG വന്നപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകുന്നതിന് പകരം കമ്പനി ബ്യൂറോക്രസിയിലേക്ക് വീണു. പുതിയ ജാഗ്വാർ കാറുകളുടെ റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള ബജറ്റ് കിട്ടാൻ ജാഗ്വാറിന് സ്വന്തം സഹോദര സ്ഥാപനങ്ങളായ വോൾവോയോടും ലാൻഡ് റോവറിനോടും മത്സരിക്കേണ്ടി വന്നു. ലണ്ടൻ ആസ്ഥാനമായ PAG മാനേജ്മെന്റും ഡെട്രോയിറ്റിലെ ഫോർഡ് ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിൽ കൃത്യമായ ആശയവിനിമയം നടന്നില്ല. പുതിയ ജാഗ്വാറുകൾ മാർക്കറ്റിലെത്താൻ വൈകി. ഫോർഡ് എല്ലാ ആഡംബര ബ്രാൻഡുകളെയും ഒരേ സമയം വളർത്താൻ ശ്രമിച്ചപ്പോൾ ജാഗ്വാർ തഴയപ്പെട്ടു. 1989-ൽ $2.5 ബില്യൺ കൊടുത്താണ് ഫോർഡ് ജാഗ്വാറിനെ സ്വന്തമാക്കിയത് എന്ന് പറഞ്ഞല്ലോ. അടുത്ത 2 പതിറ്റാണ്ട് പ്ലാന്റുകൾ അപ്ഗ്രേഡ് ചെയ്യാനും പുതിയ മോഡലുകൾക്കുമായി $8 ബില്യൺ പിന്നെയും ഫോർഡ് മുടക്കി. അമേരിക്ക പോലെയല്ല. UK-യിലെ ഫാക്ടറികളിലെ തൊഴിലാളി ചെലവും ഓപ്പറേഷണൽ കോസ്റ്റും ഇരട്ടിയാണ്. ഈ 18 വർഷ കാലയളവിൽ ഒരു തവണ പോലും ജാഗ്വാറിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ജാഗ്വാർ ഇടപാട് പാളിപ്പോയെന്ന മട്ടിൽ ഡെട്രോയിറ്റ് അതിനെ ഏതാണ്ട് ഉപേക്ഷിച്ചു കളഞ്ഞു. പുതിയ നൂറ്റാണ്ട് പിറന്നപ്പോൾ ഓട്ടോമൊബൈൽ ലോകം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. എക്കോ ഫ്രണ്ട്ലി മോഡലുകൾക്കായി ലെക്സസും ടൊയോട്ടയും ഹൈബ്രിഡ് ടെക്നോളജിയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി. ടൊയോട്ട പ്രിയസും ലെക്സസ് RX 400H എല്ലാം പുറത്തിറങ്ങി. ജാഗ്വാർ അപ്പോഴും ഡീസൽ കാറുകളിൽ തപ്പിത്തടഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റിലെ താൽക്കാലിക നേട്ടം മാത്രമായിരുന്നു അവരുടെ നോട്ടം. പതിയെ യൂറോപ്പിൽ ഡീസൽ കാറുകൾക്ക് നിരോധനങ്ങളും നിയന്ത്രണങ്ങളും വന്നപ്പോൾ പകരം വയ്ക്കാൻ ജാഗ്വാറിന് പവർ ട്രെയിനുകൾ ഇല്ലാതെയായി. അവർ നിലവിലുള്ള കാറുകളുടെ മെക്കാനിക്കൽ ഫോൾട്ടുകൾ പരിഹരിക്കാനുള്ള തിരക്കിലായിരുന്നു. ജാഗ്വാറിൻ്റെ പ്ലാറ്റ്ഫോം ഷെയർ മോഡലുകളിലെ ZF ആൻഡ് ജാറ്റ്കോ ഗിയർ ബോക്സുകൾ പെട്ടെന്ന് കേടായി. നിരവധി പരാതികൾ വന്നു. V8 എഞ്ചിനുകളിലെ ടൈമിംഗ് ചെയിൻ ടെൻഷനർ വൻ പരാജയമായിരുന്നു. പലപ്പോഴും ചീപ്പ് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയ ടെൻഷനറുകൾ പൊട്ടി എഞ്ചിനുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. ഉടമകൾ മടുത്തുപോയി. ECU, വയറിംഗ്, വിൻഡോ മെക്കാനിസം, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റങ്ങളിൽ നിരന്തര തകരാറുകളും റിപ്പോർട്ട് ചെയ്തു. JD പവർ സർവേകളിൽ ജാഗ്വാർ കാറുകളുടെ റാങ്കിങ് കുത്തനെ ഇടിഞ്ഞു. ജാഗ്വാർ പതിയെ നിലയില്ലാ കയത്തിലാവുകയായിരുന്നു. അതിന് കാരണമുണ്ട്. ജാഗ്വാർ പോലുള്ള ലക്ഷറി കാറുകൾ വാങ്ങുന്നവർ പ്രതീക്ഷിക്കുന്നത് ഹൈ എൻഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളും യൂണിക് ഡിസൈനുമാണ്. എന്നാൽ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ഫോർഡ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരുന്നു പാർട്സ് ബിൻ എഞ്ചിനീയറിംഗ്. സാധാരണക്കാർ ഉപയോഗിക്കുന്ന ചെലവ് കുറഞ്ഞ ഫോർഡ് കാറുകളുടെ അതേ സ്പെയർ പാർട്സുകളാണ് അവർ ജാഗ്വാറിലും ഉപയോഗിച്ചത്. ഫോർഡ് മോണ്ടിയോയിലെ പ്ലാസ്റ്റിക് സ്വിച്ചുകൾ, ചെലവ് കുറഞ്ഞ ഫോർഡ് ഹാച്ച് ബാക്കുകളുടെ അതേ സ്റ്റിയറിംഗ് കോളം സ്റ്റാക്ക്, സാധാരണ ഫോർഡ് കാറുകളുടെ അതേ കീ ഫോബ്, X ടൈപ്പിൻ്റെ 20% പാർട്സ് ഫോർഡ് മോണ്ടിയോയുടേതായിരുന്നു. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ. പോയി ജാഗ്വാർ വെറുമൊരു റെൻ്റേ കാർ മാത്രമായി. കാരണം കാർ റെൻറ്റിന് കൊടുക്കുന്ന കമ്പനികൾ മാത്രമാണ് വലിയ ഡിസ്കൗണ്ടിൽ ജാഗ്വാറുകൾ വാങ്ങിക്കൂട്ടിയത്. ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കാര്യം എടുത്തു നോക്കൂ. 2005 കാറുകൾ വെറും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ എന്നതിൽ നിന്ന് കമ്പ്യൂട്ടേഴ്സ് ഓൺ വീൽ, ഓടുന്ന കമ്പ്യൂട്ടറുകൾ എന്നതിലേക്ക് പുരോഗമിച്ചിരുന്നു. BMW-യും ഓഡിയും ബെൻസും കാറിലെ ഡിജിറ്റൽ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. E65-7 സീരീസിലൂടെ BMW പരിചയപ്പെടുത്തിയ iDrive സിസ്റ്റം സെൻട്രൽ കൺസോളിലെ റോട്ടറി ഡയൽ ഉപയോഗിച്ച് ഡാഷ്ബോർഡ് സ്ക്രീനിലെ ഫംഗ്ഷനുകൾ നിയന്ത്രിക്കാൻ ഡ്രൈവർമാരെ സഹായിച്ചു. ഓഡി അവരുടെ A8 മോഡലിൽ MMI അവതരിപ്പിച്ചു. കാർ ഇൻഫോർടൈൻമെൻറ്റിലെ വിപ്ലവമായിരുന്നു അത്. ജാഗ്വാറോ
അവരുടെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഗ്രാഫിക്സും സ്ക്രീൻ റെസല്യൂഷനും ശോകമായിരുന്നു. ടച്ച് റെസ്പോൺസ് ലാഗ്, നാവിഗേഷൻ എറർ, എയർ കണ്ടീഷണറും ഓഡിയോ കൺട്രോളുകളും സ്ക്രീനിലേക്ക് മാറ്റിയപ്പോൾ ഉണ്ടായ സിസ്റ്റം ക്രാഷുകൾ എന്നിവ ഉടമകളെ മടുപ്പിച്ചു. 2005 ആയപ്പോഴേക്കും ഗ്ലോബൽ ലക്ഷറി മാർക്കറ്റ് പ്രീമിയം സെഡാനുകളിൽ നിന്നും കൂപ്പേകളിൽ നിന്നും ക്രോസ് ഓവറുകളിലേക്കും SUVകളിലേക്കും സ്വിച്ച് ചെയ്തു. ഉടമകളുടെ മുൻഗണന ഹൈ റൈഡിംഗ് പൊസിഷൻ, സ്പേഷ്യസ് ഇൻറ്റീരിയർ, ഓൾ റോഡ് ഡ്രൈവ് എന്നിവയിലേക്ക് മാറി. ഇതൊന്നും ഫോർഡ് കണ്ടുമില്ല കേട്ടുമില്ല. ഫോർഡിൻ്റെ അന്നത്തെ പ്രീമിയർ ഓട്ടോമോട്ടീവ് ഗ്രൂപ്പ് ഓരോ ബ്രാൻഡിനും പ്രത്യേക മാർക്കറ്റ് നിശ്ചയിച്ച് നൽകിയിരുന്നു. ലാൻഡ് റോവർ SUVകൾക്കും ഓഫ് റോഡ് വാഹനങ്ങൾക്കും മാത്രം. ജാഗ്വർ പുറത്തിറക്കുക പരമ്പരാഗത ലക്ഷറി സെഡാനുകളും സ്പോർട്സ് കാറുകളും. വോൾവോ സേഫ്റ്റിക്ക് മുൻഗണന നൽകുന്ന ഫാമിലി കാറുകളും എസ്റ്റേറ്റുകളും. ഈ വകതിരിവില്ലായ്മ കാരണം ജാഗ്വാറിന് സ്വന്തമായി ഒരു SUV വികസിപ്പിക്കാനുള്ള അനുമതി ഫോർഡ് നൽകിയില്ല. ലാൻഡ് റോവറിന്റെ വിപണിയെ ജാഗ്വാർ SUVകൾ ഇല്ലാതാക്കും എന്ന ഭയമാണ് കാരണം പറഞ്ഞത്. ജാഗ്വാർ സെഡാൻ വിപണിയിൽ തളർന്നു കിടന്നപ്പോൾ മറ്റ് ജർമ്മൻ പ്രീമിയം ബ്രാൻഡുകളും ബ്രിട്ടീഷ് റോഡുകൾ പിടിച്ചെടുത്തു. 2002 പോർഷെ കയേൻ എത്തി. 1999 BMW X5, മെഴ്സഡസ് ML ക്ലാസ് വണ്ടികൾ പ്രീമിയം സെഡാൻ കസ്റ്റമേഴ്സിനെ SUVകളിലേക്ക് മാറ്റുന്നതിൽ വിജയിച്ചു. 2005 ഓഡി Q7 എത്തിയതോടെ പൂർത്തിയായി. ആലോചിക്കണം, 2016 മാത്രമാണ് ജാഗ്വാർ അവരുടെ ആദ്യ SUV F-Pace പുറത്തിറക്കുന്നത്. അപ്പോഴേക്കും തെംസ് നദിയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിരുന്നു. ആ കഥ പിന്നാലെ പറയാം. സ്പോർട്സ് കാറുകളിലും ജാഗ്വാർ ശോകമായിരുന്നു. 1960കളിൽ പുറത്തിറങ്ങിയ ജാഗ്വാർ E-Type ഓട്ടോമൊബൈൽ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്പോർട്സ് കാറാണ്. അതുപോലൊന്ന് അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. സാക്ഷാൽ എൻസോ ഫെറാരി പോലും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കാർ എന്ന് വിശേഷിപ്പിച്ചത് E-Typeനെയായിരുന്നു. എന്നാൽ അതിനുശേഷം അതുപോലൊരു സ്പോർട്സ് ഹാലോ നിർമ്മിക്കാൻ ജാഗ്വാറിന് സാധിച്ചില്ല. 1999 ജാഗ്വാർ ഡിസൈനർമാർ X600 F-Type കൺസെപ്റ്റ് എന്ന പേരിൽ ഒരു അൾട്രാ മോഡേൺ മിഡ് എഞ്ചിൻ സ്പോർട്സ് കാർ രൂപകൽപ്പന ചെയ്തു. യൂണിക് ബോഡി ലൈനുകളും ഹൈ പെർഫോമൻസുമുള്ള ഈ കാർ പോർഷെ ബോക്സ്റ്ററിനും ഫെറാറിയുടെ എൻട്രി ലെവൽ മോഡലുകൾക്കും കടുത്ത വെല്ലുവിളിയാകുമായിരുന്നു. എന്നിട്ട് ഫോർഡ് എന്താണ് ചെയ്തത്? ബ്രാൻഡിനൊരു ഹാലോ സ്പോർട്സ് കാർ ഉണ്ടാക്കാനുള്ള പദ്ധതി പൂർണ്ണമായും റദ്ദാക്കി. അതിനുള്ള ഫണ്ട് X-Type സെഡാൻ മാസ് മാർക്കറ്റ് നടത്താൻ വഴിതിരിച്ചുവിട്ടു. ഡിസൈനർമാർ മടുത്ത് പോർഷയിലേക്കും ഫെറാറിയിലേക്കും ചേക്കേറി. ഓട്ടോമൊബൈലിൽ ഒരു ഹാലോ കാർ എന്നത് ആ ബ്രാൻഡിൻ്റെ മറ്റ് മോഡലുകൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണ്. എക്സിബിഷനുകളിലും ഷോറൂമുകളിലും വരുന്നവർ ഈ സ്പോർട്സ് കാർ കണ്ട് ആകർഷിക്കപ്പെടും. അവർ അതിൻ്റെ ഹാലോയിൽ ബ്രാൻഡിൻ്റെ മറ്റ് സെഡാനുകൾ വാങ്ങുകയും ചെയ്യും. F-Type മിഡ് എഞ്ചിൻ ഉപേക്ഷിച്ചപ്പോൾ ജാഗ്വാറിന് അവരുടെ ന്യൂജൻ കസ്റ്റമേഴ്സിനെ ഷോറൂമുകളിലേക്ക് ആകർഷിക്കാനുള്ള ശേഷിയാണ് നഷ്ടപ്പെട്ടത്. എന്നിട്ട് അവർ 12 വർഷം കഴിഞ്ഞ 2013 ഈ സ്പോർട്സ് കാർ വിപണിയിലെത്തിച്ചു. ആ F-Type ആകട്ടെ ഫ്രണ്ട് എഞ്ചിൻ ലേഔട്ടിലും. ലോകം കളിയാക്കാൻ മറ്റെന്തെങ്കിലും വേണോ? അപ്പോഴേക്കും മാർക്കറ്റിലെ ഗ്യാപ്പ് കണ്ട് പോർഷെ ഏറെ മുന്നിലെത്തിയിരുന്നു. ജാഗ്വാറിൻ്റെ നിർമ്മാണ ഘടനയിൽ തന്നെ വലിയൊരു സ്ട്രക്ചറൽ ഫിനാൻഷ്യൽ വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. ജാഗ്വാറിൻ്റെ പ്രധാന പ്ലാന്റുകളെല്ലാം UK-യിലാണ്. കാസിൽ ബ്രോംവിച്ച്, ഹേൽവുഡ്, സോലിഹൾ എന്നിവിടങ്ങളാണ് പ്രധാന പ്ലാന്റുകൾ. എന്നാൽ അവരുടെ പ്രധാന മാർക്കറ്റ് അമേരിക്കയും കാനഡയും. 2000ൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് പൗണ്ട് US ഡോളറിനെതിരെ ശക്തമായ നിലയിലാണ്. ഒരു പൗണ്ടിന് 1.8 മുതൽ $2 വരെയായിരുന്നു എക്സ്ചേഞ്ച് റേറ്റ്. കാറുകൾ ഉണ്ടാക്കാനും ശമ്പളം കൊടുക്കാനും സ്പെയർ പാർട്സുകൾക്കും ജാഗ്വാർ ചെലവഴിച്ചത് ഉയർന്ന മൂല്യമുള്ള ബ്രിട്ടീഷ് പൗണ്ടിലായിരുന്നു. അമേരിക്കയിൽ കാറുകൾ വിറ്റത് മൂല്യം കുറഞ്ഞ ഡോളറിലും. അമേരിക്കൻ മാർക്കറ്റിൽ ജർമ്മൻ കാറുകളോട് മത്സരിക്കേണ്ടി വന്നതിനാൽ വില കുത്തനെ കൂട്ടാൻ ജാഗ്വാറിന് സാധിച്ചില്ല. ഓരോ വാഹനം വിൽക്കുമ്പോഴും പ്രോഫിറ്റ് മാർജിൻ പൂർണ്ണമായും ഇല്ലാതായി. ചില വർഷങ്ങളിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത ഓരോ ജാഗ്വാർ കാറിലും ശരാശരി $12,000 നഷ്ടമുണ്ടായിരുന്നു എന്നറിയാമോ? മറ്റ് പ്രീമിയം നിർമ്മാതാക്കളായ BMWവും മെഴ്സഡസ് ബെൻസും ഇതൊക്കെ മുൻകൂട്ടി കണ്ട് അമേരിക്കയിലെ സ്പാർട്ടൻബർഗിലും അലബാമയിലുമെല്ലാം പ്ലാന്റുകൾ സ്ഥാപിച്ചിരുന്നു. അതോടെ അവർക്ക് നാച്ചുറൽ ഹെഡ്ജിങ് കിട്ടി. അമേരിക്കയിൽ വിൽക്കുന്ന കാറുകൾ അവിടെ തന്നെ നിർമ്മിച്ചപ്പോൾ ഡോളറിലെ എക്സ്ചേഞ്ച് റേറ്റ് അവരെ ബാധിച്ചില്ല. വൈകി അപേക്ഷിച്ച ജാഗ്വാറിന് പ്ലാന്റ് ഉണ്ടാക്കാനുള്ള അനുമതിയും അമേരിക്ക നൽകിയില്ല. ഇതിനിടയ്ക്കാണ് ചൈനയുടെ മാർക്കറ്റ് ഓപ്പൺ ആയത്. 2005 ആയപ്പോഴേക്കും ചൈനയിൽ സമ്പന്നന്മാരുടെ എണ്ണം കൂടി. അവർ യൂറോപ്യൻ പ്രീമിയം കാറുകൾക്കായി ദാഹിച്ചു. ചൈനയുടെ വളർച്ച മുൻകൂട്ടി കണ്ട ജർമ്മൻ ബ്രാൻഡുകൾ ചൈനീസ് നിയമങ്ങളനുസരിച്ച് FAW, SAIC പോലുള്ള ചൈനീസ് കമ്പനികളുമായി ചേർന്ന് പ്ലാന്റുകൾ തുറന്നു. ചൈനീസ് സമ്പന്നർ ഡ്രൈവർമാർ ഓടിക്കുന്ന കാറുകളിലെ പിൻസീറ്റ് യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ലോങ് വീൽ ബേസുള്ള സെഡാനുകൾ ജർമ്മൻ കമ്പനികൾ ചൈനയിൽ ഉൽപ്പാദിപ്പിച്ചു. ജാഗ്വാറിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും വടക്കേ അമേരിക്കൻ വിപണിയിലും യൂറോപ്പിലും മാത്രമായി ചുരുങ്ങി. ചൈനയിൽ ജാഗ്വാറിനായി പ്ലാന്റുകളോ ഡിസ്ട്രിബ്യൂഷനോ വികസിപ്പിക്കാൻ ഫോർഡ് ഒരു ശ്രമവും നടത്തിയില്ല. ടാറ്റ ഏറ്റെടുത്തു കഴിഞ്ഞ് ജാഗ്വാർ ഏഷ്യൻ വിപണിയിൽ എത്തുമ്പോഴേക്കും BMWവും മെഴ്സഡസ് ബെൻസും എല്ലാം 2 പ്രസവം കഴിഞ്ഞിരുന്നു.
ആ കഥയും പിന്നാലെ പറയാം. എവിടെയെങ്കിലും ഒന്ന് മുന്നിട്ട് നിൽക്കണമല്ലോ എന്ന് കരുതിയാണ് ജാഗ്വാറിനെയും കൊണ്ട് ഫോർമുല 1ലേക്ക് 2001 ഫോർഡ് എത്തിയത്. ബ്രാൻഡിന്റെ സ്പോർട്ടി അപ്പീൽ കൂട്ടി യുവതലമുറയെ ആകർഷിക്കാൻ ജാഗ്വാർ റേസിംഗ് എന്ന പേരിൽ F1 ടീം രൂപീകരിച്ചു. സ്റ്റുവാർട്ട് ഗ്രാൻഡ് പ്രീ ടീമിനെ വാങ്ങിയാണ് ഫോർഡ് ജാഗ്വാർ റേസിംഗ് ഉണ്ടാക്കിയത്. അതൊരു കനത്ത പരാജയമായി. $500 മില്യൺ ഫോർഡ് വെറുതെ കത്തിച്ചു കളഞ്ഞു. 85 റേസുകളിൽ പങ്കെടുത്ത ജാഗ്വാർ റേസിംഗിന് 2 പോഡിയം ഫിനിഷുകൾ മാത്രമാണ് നേടാനായത്. 1ാം സ്ഥാനം ഒരിക്കലും കിട്ടിയില്ല. പ്രൊഡക്ഷൻ കാറുകൾക്കായി പുതിയ എഞ്ചിനുകൾ, ഡിജിറ്റൽ ടെക്നോളജി, ന്യൂജൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വികസിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് ഡോളറാണ് F1 ടീമിന്റെ തോൽവികൾക്കായി തുലഞ്ഞത്. 2004 ഫോർഡ് ഈ ടീമിനെ നാമമാത്രമായ തുകയ്ക്ക് റെഡ് ബുള്ളിന് വിറ്റു. ഈ ടീമാണ് റെഡ് ബുൾ റേസിംഗ് എന്ന പേരിൽ ഫോർമുല 1 ചരിത്രത്തിലെ ഇതിഹാസമായി മാറിയതെന്നത് വിരോധാഭാസമാണ്. എല്ലാം കൊണ്ടും ഫോർഡിന് മതിയായി. കാശ് തുലച്ച് മടുത്തു. ലോകത്തിന് അതിനേക്കാളും മുമ്പേ ജാഗ്വാറിനെ മടുത്തിരുന്നു. അങ്ങനെ 2008 മാർച്ച് 26-ന് $2.3 ബില്യൺ ഫോർഡ് ജാഗ്വാറിനെയും ലാൻഡ് റോവറിനെയും ചേർത്ത് ടാറ്റയ്ക്ക് വിറ്റു. 18 വർഷം മുമ്പ് $2.5 ബില്യൺ വാങ്ങിയ ബ്രാൻഡാണെന്ന് ഓർക്കണം. ഇത്രയും നഷ്ടത്തിൽ വിൽക്കണമെങ്കിൽ ഫോർഡ് ആ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷനെ എത്രമാത്രം നശിപ്പിച്ചിട്ടുണ്ടാവണം. ടാറ്റയ്ക്ക് അതൊരു ലോട്ടറി ആയിരുന്നു. 2008 സാമ്പത്തിക മാന്ദ്യകാലത്ത് നനച്ചിരിക്കാതെ കിട്ടിയ ഫയർ സെയിൽ. 1989 ജാഗ്വാറിനെ വാങ്ങാനും പിന്നെയുള്ള അപ്ഗ്രഡേഷനുമായി ഫോർഡ് ഏകദേശം $10 ബില്യൺ ചിലവഴിച്ചിരുന്നു. അതാണ് ചുളുവിലയ്ക്ക് ടാറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നത്. രത്തൻ ടാറ്റയ്ക്ക് അതൊരു മധുര പ്രതികാരം കൂടിയാണ്. പെട്ടെന്നുള്ള സെയിലായിരുന്നു. ടാറ്റ വാങ്ങുമ്പോഴും ജാഗ്വാറിന് സ്വന്തമായി ഒരു മോഡേൺ മോഡുലാർ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ജാഗ്വാറിന് സ്വന്തമായി എഞ്ചിൻ സാങ്കേതികവിദ്യയും ആർക്കിടെക്ചറും ഇല്ല. ടാറ്റ ഏറ്റെടുത്ത ശേഷവും വർഷങ്ങളോളം ഫോർഡിൻ്റെ V6, V8 എഞ്ചിനുകളെ ആശ്രയിച്ചാണ് ജാഗ്വാർ കാറുകൾ ഇറക്കിയിരുന്നത്. ടാറ്റ പിന്നീട് ഇന്ത്യൻ എഞ്ചിനീയറിംഗിലെ ഇതിഹാസമായ ഇൻജീനിയം എഞ്ചിനുകൾ സ്വന്തമായി വികസിപ്പിക്കുന്നത് വരെ അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ടാറ്റ ഒരു കാര്യം നിശ്ചയിച്ചിരുന്നു: പുതിയ ജാഗ്വാർ മോഡലുകൾ ഉടൻ വേണ്ട. ആദ്യം പ്രശ്നങ്ങൾ പഠിക്കണം. നിലവിലുള്ള മോഡലുകൾ മോഡേണൈസ് ചെയ്യണം. അതിന് 10 വർഷം വരെ സമയമെടുത്തോളൂ എന്ന് ടാറ്റ എഞ്ചിനീയർമാർക്കും ഡിസൈനർമാർക്കും നിർദ്ദേശം കൊടുത്തു. ടാറ്റ പഠിച്ചു. ഫോർഡിൻ്റെ കാലത്തും പിന്നീട് ടാറ്റയുടെ കീഴിലും ജാഗ്വാറും ലാൻഡ് റോവറും ഒറ്റ ബ്രാൻഡ് ഇമേജിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതാണ് പ്രധാന പ്രശ്നം. ലാൻഡ് റോവർ അവരുടെ റേഞ്ച് റോവർ സീരീസിലൂടെ ഗ്ലോബൽ ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയപ്പോൾ ജാഗ്വാറിന് അവരുടെ ഉപഭോക്താക്കളോട് എന്തുകൊണ്ട് ഒരു സെഡാൻ വാങ്ങണം എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഉപഭോക്താക്കൾ കൂടുതൽ പ്രാക്ടിക്കാലിറ്റിയും കമാൻഡിംഗ് ഡ്രൈവിംഗ് പൊസിഷനുമുള്ള ലാൻഡ് റോവർ SUVകളിലേക്ക് മാറിയപ്പോൾ ജാഗ്വാറിൻ്റെ സെഡാനുകൾ ഷോറൂമുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ടാറ്റ ആദ്യം ഇതെല്ലാം ഷോറൂമുകളിൽ നിന്ന് പിൻവലിച്ചു. കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മാർക്കറ്റിൽ ഒരു കൃത്രിമ ക്ഷാമം ആദ്യമേ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഒരേ ഷോറൂമിലെത്തുന്ന കസ്റ്റമർക്ക് ജാഗ്വാർ സെഡാൻ വേണോ റേഞ്ച് റോവർ വെലാർ വേണോ എന്ന കാര്യത്തിൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായില്ല. കാരണം അവിടെ റേഞ്ച് റോവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടാറ്റ പിന്നീട് ചെയ്തത് ജാഗ്വാറിൻ്റെ എക്കാലത്തെയും മികച്ച ഡിസൈനറായ ഇയാൻ കല്ലത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും പൂർണ്ണ സ്വാതന്ത്ര്യവും കൈയച്ച് ഫണ്ടിങ്ങും നൽകലാണ്. ജാഗ്വാറിൻ്റെ പഴയ ബ്രിട്ടീഷ് റോയൽ ഹെറിറ്റേജിലേക്ക് തിരികെ പോകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിന് സപ്ലിമെൻ്ററിയായി അദ്ദേഹം ഏറ്റവും മികച്ച ഇന്ത്യൻ ഡിസൈനർമാരെയും എഞ്ചിനീയർമാരെയും ലണ്ടനിലെത്തിച്ചു. അങ്ങനെ പുതിയ മോഡലുകൾ എത്താൻ തുടങ്ങി. 2008 ആദ്യം വന്നത് ജാഗ്വാർ XF 250 ആണ്. അതെത്തിയപ്പോൾ ലോകത്തിന് മനസ്സിലായി ഈ ഇന്ത്യക്കാരൻ അത്ഭുതങ്ങൾ കാണിക്കും. ജാഗ്വാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ മോഡലായിരുന്നു XF. ഇത് തോറ്റാൽ ഭാവിയില്ല. ഇയാൻ കല്ലവും ടീമും കൈമൈ മറന്ന് പണിയെടുത്തു. നിലവിലുണ്ടായിരുന്ന ജാഗ്വാർ S ടൈപ്പിൻ്റെ ക്ലാസിക് ഡിസൈൻ പൂർണ്ണമായും ഉപേക്ഷിച്ച് അല്പം കൂപ്പെ ശൈലിയിലുള്ള ആധുനിക സ്പോർട്ടി സെഡാൻ ഡിസൈനാണ് ഇയാൻ കല്ലം XFന് നൽകിയത്. 2.7 ലിറ്റർ V6 ഡീസൽ, 3 ലിറ്റർ V6, 4.2 ലിറ്റർ V8 കൂടാതെ പെർഫോമൻസ് വേരിയൻ്റായ XFRൽ 5 ലിറ്റർ സൂപ്പർ ചാർജർ V8 എഞ്ചിൻ എന്നിവ അവൈലബിൾ ആയിരുന്നു. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം പുറത്തേക്ക് വരുന്ന ജാഗ്വാർ ഡ്രൈവ് സെലക്ടർ, എയർ കണ്ടീഷണർ വെൻറ്റുകൾ ഓട്ടോമാറ്റിക്കായി തുറക്കുന്ന സിസ്റ്റം എന്നിവ അത്ഭുതപ്പെടുത്തിയ മുന്നേറ്റങ്ങളായിരുന്നു. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസ് പ്രീമിയം സൗണ്ട് സിസ്റ്റം എന്നിവ ഇതിലുണ്ടായിരുന്നു. XF വിജയിച്ചു. യൂറോപ്പിലും അമേരിക്കയിലും പോപ്പുലറായി. ഇന്ത്യയിലടക്കം 5000-ലേറെ യൂണിറ്റുകൾ വിറ്റു. ടാറ്റ 5 വർഷം കൂടി കാത്തു. 2013 ജാഗ്വാർ F ടൈപ്പ് സ്പോർട്സ് കാർ പുറത്തിറക്കി. 1960കളിൽ തരംഗമായിരുന്ന ഐക്കണിക് ജാഗ്വാർ ഈ ടൈപ്പിൻ്റെ യഥാർത്ഥ പിൻഗാമി എന്ന ലോകം വിശേഷിപ്പിച്ച 2 സീറ്റർ സ്പോർട്സ് കാറാണ് F ടൈപ്പ്. ഭാരം കുറഞ്ഞ ഓൾ അലൂമിനിയം മോണോകോക്ക് പ്ലാറ്റ്ഫോമിലാണ് F ടൈപ്പ് ഉണ്ടാക്കിയത്. 3 ലിറ്റർ സൂപ്പർ ചാർജർ V6, 5 ലിറ്റർ സൂപ്പർ ചാർജർ V8 വേരിയൻറ്റുകൾ ഉണ്ടായിരുന്നു. F ടൈപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ സ്വിച്ചബിൾ ആക്റ്റീവ് എക്സോസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കിയ ശബ്ദമായിരുന്നു. സ്പോർട്സ് കാറിന് ആ ശബ്ദം അനുകരിക്കുന്നവരിൽ ഇന്ന് ലംബോർഗിനി വരെയുണ്ട്.
മനോഹരമായ പോപ്പ് ഡോർ ഹാൻഡിലുകൾ, എയറോഡൈനാമിക് സ്പോയിലർ, അഗ്രസീവായ ഫ്രണ്ട് ഗ്രിൽ, ആപ്പാടെ മാസമായിരുന്നു എഫ് ടൈപ്പ്. 2015 എത്തിയപ്പോഴേക്കും ജാഗ്വാർ ആർക്കിടെക്ചറിലും എഞ്ചിനിലും സ്വന്തം കയ്യിൽ നിൽക്കാൻ തുടങ്ങിയിരുന്നു. ജാഗ്വാർ XE, സെക്കൻഡ് ജനറേഷൻ XF എന്നിവ ആ വർഷം പുറത്തിറങ്ങി. 75% അലൂമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ച ആർക്കിടെക്ചർ. ഫോർഡിന്റെ എഞ്ചിൻ പൂർണ്ണമായും ഒഴിവാക്കി ജാഗ്വാർ സ്വന്തമായി വികസിപ്പിച്ച 2 ലിറ്റർ 4 സിലിണ്ടർ ഇഞ്ചീനിയം പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ പുതിയ മോഡലുകളിൽ അവതരിപ്പിച്ചു. സസ്പെൻഷൻ ട്യൂണിങ്ങിലും ഡ്രൈവിംഗ് ഡൈനാമിക്സിലും ആ ക്ലാസ്സിലെ മികച്ച വാഹനമായിട്ടും XE ദയനീയമായി പരാജയപ്പെട്ടു. അധികം വൈകാതെ പ്രൊഡക്ഷൻ നിർത്തി. ഇതിനിടെ ഫ്ലാഗ്ഷിപ്പ് കാറായി ജാഗ്വാർ XJ ഇറക്കിയെങ്കിലും അതും വിപണിയിൽ വിജയിച്ചില്ല. പിന്നെയാണ് അത് വന്നത്, ജാഗ്വാറിന്റെ 80 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ SUV, 2016 ജാഗ്വാർ F-Pace. ലാൻഡ് റോവറിന്റെ ഓഫ് റോഡ് പാരമ്പര്യവും ജാഗ്വാറിന്റെ സ്പോർട്ടി ഡൈനാമിക്സും യോജിച്ച ഹൈ പെർഫോമൻസ് വണ്ടി. 2 ലിറ്റർ 3 ലിറ്റർ ഇഞ്ചീനിയം ഡീസൽ പെട്രോൾ എഞ്ചിൻ, ടോർക്ക് ഓൺ ഡിമാൻഡ് സിസ്റ്റവും ഇന്റലിജന്റ് ഡ്രൈവ് ലൈൻ ഡൈനാമിക്സുമുള്ള ഓൾ വീൽ ഡ്രൈവ് SUV. ഫോർഡ് ഉണ്ടാക്കി വെച്ച ബാധ്യതകളുടെ മാറാപ്പ് ജാഗ്വാർ പതിയെയാണെങ്കിലും അഴിച്ചു വെക്കുകയായിരുന്നു. അപ്പോഴും പ്രൊഡക്ഷൻ കോസ്റ്റിലും ജാഗ്വാറിന്റെ റീസെയിൽ വാല്യൂവിലുണ്ടായ തകർച്ചയും അടക്കം പ്രശ്നങ്ങൾ അവിടെ തന്നെയുണ്ട്. ലോകം വിശ്വസിച്ചു ടാറ്റയ്ക്ക് അതെല്ലാം പരിഹരിക്കാൻ കഴിയും. ജാഗ്വാർ ലിവർപൂളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ആ ബ്രാൻഡിന്റെ ശാപം അവസാനിച്ചിട്ടില്ലായിരുന്നു. ദുരന്തങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2018 മുതൽ 2021 വരെ ജാഗ്വാറിന്റെ കഥ പരാജയങ്ങളുടേത് മാത്രമാണ്. പരമ്പരാഗത ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള പൂർണ്ണമായ മാറ്റത്തിന് ജാഗ്വാർ നടത്തിയ ശ്രമങ്ങൾ തിരിച്ചടിച്ചു. BMW-നെയും മെഴ്സിഡസിനെയും ഓഡിയെയും പിന്നിലാക്കി ആദ്യമായി ഒരു ഓൾ ഇലക്ട്രിക് പെർഫോമൻസ് SUV വിപണിയിൽ എത്തിച്ചിട്ടും അവരെങ്ങനെയാണ് അവിടെ തോറ്റുപോയത്, വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായത്? ഇനി ആ കഥയാണ്. 2018 ജാഗ്വാർ I-Pace അവതരിപ്പിക്കുന്നത്. ജർമ്മൻ എതിരാളികൾ ഇലക്ട്രിക് മോഡലുകളെക്കുറിച്ച് ചിന്തിക്കും മുൻപേ പുറത്തിറങ്ങിയ ഓൾ ഇലക്ട്രിക് SUV 2019 വേൾഡ് കാർ ഓഫ് ദ ഇയർ ഉൾപ്പെടെ I-Pace നേടി. ഭാവി ഇലക്ട്രിക് ആണെന്ന് ജാഗ്വാർ ഉറപ്പിച്ചു. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പെട്രോൾ ഡീസൽ കാറുകളുടെ നിർമ്മാണം തങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് ജാഗ്വാർ പ്രഖ്യാപിച്ചു. ജാഗ്വാറിന്റെ അവസാന പെട്രോൾ കാർ F-Pace SVR ആണെന്നും വ്യക്തമാക്കി. BMW-യും ഓഡിയും മെഴ്സിഡസും ഇനി എന്ത് ചെയ്താലും തങ്ങൾ അത് ഗൗനിക്കില്ല. തങ്ങളുടെ എതിരാളി ഇനി ടെസ്ലയാണെന്നും മറ്റൊന്നും കാര്യമാക്കുന്നില്ലെന്നും കൂടി ജാഗ്വാർ കയറി പറഞ്ഞു. കൃത്യമായ മുന്നൊരുക്കങ്ങളൊന്നും ഇതിനുണ്ടായില്ല. മാത്രമല്ല, അവരുടെ താൽക്കാലിക EV വിജയത്തിന് പിന്നിൽ ഒരുപാട് സ്ട്രക്ചറൽ പിശകുകളും ഉണ്ടായിരുന്നു. ആദ്യമായി ഇലക്ട്രിക് SUVക്ക് വേണ്ടി ജാഗ്വാർ മറ്റെല്ലാം മറന്നു. തങ്ങൾ ആരെന്നത് മറന്നു. തങ്ങളുടെ വിജയിച്ച മോഡലുകളെ തഴഞ്ഞു. പുതിയ ഡീലർഷിപ്പുകൾക്ക് ശ്രമിച്ചില്ല. മാർക്കറ്റ് എക്സ്പാൻഷൻ നടത്തിയില്ല. ഇന്ത്യക്കാരൻ ഒരു ജാഗ്വാർ ബുക്ക് ചെയ്താൽ കിട്ടിയത് 3 വർഷം വരെ കഴിഞ്ഞായിരുന്നു. അത് എക്സ്ക്ലൂസിവിറ്റി ആയിരുന്നില്ല, കഴിവില്ലായ്മയായിരുന്നു. അവരുടെ EV SUV ആയ I-Pace സ്വന്തം ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നതിന് പകരം ഓസ്ട്രേലിയയിലെ മാഗ്ന സ്റ്റെയർ എന്ന കോൺട്രാക്ട് മാനുഫാക്ചറർക്കാണ് ജാഗ്വാർ ലാൻഡ് റോവർ നൽകിയത്. കരാർ അടിസ്ഥാനത്തിൽ കാറുകൾ നിർമ്മിച്ചു നൽകുമ്പോൾ ഓരോ കാറിലും ലഭിക്കുന്ന പ്രോഫിറ്റ് മാർജിൻ ഗണ്യമായി കുറയും. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ പെട്ടെന്ന് കൂട്ടാനോ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനോ ജാഗ്വാറിന് കഴിഞ്ഞില്ല. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ചെലവ് ബാറ്ററിയും അതിൻ്റെ മാനുഫാക്ചറിങ്ങുമാണ്. ഇതിനായി ഒരു ഗവേഷണവും ജാഗ്വാർ നടത്തിയില്ല. എല്ലാം LG Chem എന്ന കമ്പനിയെ ആശ്രയിച്ച് മാത്രം. ഒരു ബാച്ച് ബാറ്ററിക്ക് LG Chem വില കൂട്ടിയാൽ ലാഭം പിന്നെയും കുറഞ്ഞ് നഷ്ടത്തിലേക്ക് പോയി. മാത്രമല്ല, LG Chem ബാറ്ററികൾക്ക് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. ഈ ബാറ്ററികളിൽ വലിയ തെർമൽ റൺവേ ഉണ്ടായി തീ പിടിച്ചിരുന്നു. ആയിരക്കണക്കിന് I-Pace കാറുകളാണ് ഈ പ്രശ്നം കാരണം ജാഗ്വാർ തിരിച്ചു വിളിച്ചത്. കാറിൻ്റെ റേഞ്ച് കണക്കാക്കുന്നതിലും ബാറ്ററി ചാർജിംഗ് സ്പീഡിലും ഇൻഫോർടൈൻമെൻറ്റിലും സോഫ്റ്റ്വെയർ തകരാറുകളുണ്ടായി. ടെസ്ലയെ വെല്ലുവിളിച്ച ജാഗ്വാറിന് അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ്റെ അടുത്തെങ്ങും എത്താനായില്ല. ടെസ്ല അവരുടെ തുടക്കം മുതൽ സൂപ്പർ ചാർജർ നെറ്റ്വർക്കുകൾക്കായി കോടിക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. എടുത്തു ചാടിയ ജാഗ്വാറിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഇലക്ട്രിഫൈ അമേരിക്ക, അയോണിറ്റി തുടങ്ങിയ തേർഡ് പാർട്ടി ചാർജിംഗ് ചെയിനുകളെ മാത്രം ആശ്രയിച്ചു. ഒരു EV ഉണ്ടാക്കുന്നത് വിപ്ലവത്തിൻ്റെ പകുതി മാത്രമാണ്. അത് തടസ്സമില്ലാതെ ചാർജ് ചെയ്യാനുള്ള എക്കോസിസ്റ്റം ഒരുക്കുക എന്നതാണ് ബാക്കി പകുതി. അത് ജാഗ്വാറിന് മനസ്സിലാകാതെ പോയ ബിസിനസ് മോഡലാണ്. തേർഡ് പാർട്ടി ചാർജറുകളിലെ സാങ്കേതിക തകരാറുകളും വേഗതക്കുറവും കാരണം I-Pace ഉടമകൾ ദുരിതത്തിലായി. ജാഗ്വാർ വീണ്ടും നിലയില്ല കയത്തിലേക്ക് പോയി. അതിനിടെ അടുത്ത തിരിച്ചടി വന്നു. I-Paceനേക്കാൾ മികച്ചൊരു SUVക്ക് വേണ്ടി ജാഗ്വാറിൻ്റെ ഡിസൈനർമാർ പണിയെടുത്തിരുന്നു. ജാഗ്വാറിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലക്ഷറി സെഡാനായ XJയുടെ EV വെർഷനായിരുന്നു അവരുടെ ലക്ഷ്യം. ഒടുവിൽ അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഏതാണ്ട് പൂർത്തിയായി. അപ്പോഴാണ് ബ്യൂറോക്രസിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. 2021 അന്നത്തെ JLR CEO ആയിരുന്ന തിയറി ബോളേറെ റീഇമാജിൻ എന്ന പുതിയ ബിസിനസ് തന്ത്രം പ്രഖ്യാപിച്ചു. പൂർണ്ണമായും വികസിപ്പിച്ചു കഴിഞ്ഞ ഉൽപ്പാദനത്തിന് സജ്ജമായിരുന്ന ഇലക്ട്രിക് XJ പദ്ധതി അദ്ദേഹം അടിയന്തരമായി റദ്ദാക്കി. അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങളായിരുന്നു വിചിത്രം. പഴയ മൊഡ്യുലാർ ലോങ്ങിറ്റ്യൂഡിനൽ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിലാണ് XJയുടെ EV ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇത് പെട്രോൾ എഞ്ചിനും ഹൈബ്രിഡിനും EVക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ടെസ്ലയുമായോ ഭാവിയിൽ വരാവുന്ന EVകളുമായോ മത്സരിക്കാൻ ശേഷിയില്ലാത്ത കാറാണെന്നാണ് തിയറി ബൊളോറെ വിശദീകരിച്ചത്. കോടിക്കണക്കിന് ഡോളറിന്റെ R&D ചിലവുകൾ ഒറ്റ രാത്രി കൊണ്ട് ജാഗ്വാർ എഴുതി തള്ളി. വർഷങ്ങളായി ചോർന്നു തുടങ്ങിയിരുന്ന ജാഗ്വാറിന്റെ പണപ്പെട്ടി ഏതാണ്ട് ശൂന്യമായി. ടെക്നോളജിയിലെ പരാജയങ്ങളും യുക്തിയില്ലാത്ത തീരുമാനങ്ങളും ജാഗ്വാറിന്റെ വിൽപ്പനയെ ദാരുണമായി ബാധിച്ചു. 2018 വർഷം 1,80,000 യൂണിറ്റുകൾ വിറ്റിരുന്ന ജാഗ്വാർ 2023 ആയപ്പോഴേക്കും വർഷത്തിൽ വിൽക്കുന്നത് 60,000 യൂണിറ്റിൽ താഴെയാണെന്നായി. ടാറ്റയ്ക്ക് ഒന്നും ചെയ്യാനാകുമായിരുന്നില്ല. പെട്രോൾ ഡീസൽ കാറുകൾ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പകരം പുതിയ ജാഗ്വാർ EV മോഡലുകൾ വിപണിയിൽ ലഭ്യമായില്ല. വിജയിച്ച പെട്രോൾ ഡീസൽ മോഡലുകളുടെ എല്ലാം മാസ് ലോട്ടർ നടത്തിക്കഴിഞ്ഞു. പിന്നെ എങ്ങനെ കമ്പനിയിലേക്ക് പണം വരും? ടാറ്റ മോട്ടോഴ്സ് ഫോർഡിന്റെ അതേ രീതിയിൽ ലാൻഡ് റോവർ ബ്രാൻഡുകളിൽ കൂടുതൽ ശ്രദ്ധിച്ചു. ജാഗ്വാർ തഴയപ്പെട്ടു. പഴയ മോഡലുകളില്ല. പുതിയ EV മോഡലുകൾ വിപണിയിലെത്താൻ 2 വർഷത്തോളം സമയമെടുക്കും. ഇതിനെയാണ് വാഹന ലോകം പ്രൊഡക്റ്റ് വോയിഡ് എന്ന് വിളിക്കുന്നത്. വിൽക്കാൻ പുതിയ കാറുകളില്ലാതെ ജാഗ്വാർ ഷോറൂമുകൾ ഒഴിഞ്ഞുകിടന്നു. പഴയ സ്റ്റോക്കുകളും സെക്കൻഡ് ഹാൻഡ് കാറുകളും മാത്രമായിരുന്നു ഡീലർമാരുടെ ഏകാശ്രയം. 100 വർഷത്തെ പാരമ്പര്യമുള്ളൊരു ആഗോള ബ്രാൻഡ് വർഷങ്ങളോളം വിപണിയിൽ പുതിയ ഉൽപ്പന്നങ്ങളില്ലാതെ തുടരുന്നത് ആധുനിക ഓട്ടോമൊബൈൽ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായിരുന്നു. ഡീലർമാരാണ് ഏറ്റവും അധികം അനുഭവിച്ചത്. വിൽപ്പനയും വരുമാനവും നിലച്ചതോടെ ഡീലർഷിപ്പുകൾ പ്രതിസന്ധിയിലായി. ജാഗ്വാർ ഫ്രാഞ്ചൈസികളുടെ 80% വെട്ടിച്ചുരുക്കി. മിക്ക ഡീലർമാരും ജാഗ്വാർ ഫ്രാഞ്ചൈസികൾ ഉപേക്ഷിക്കുകയോ ലാൻഡ് റോവർ വിൽപ്പനയിൽ മാത്രം ശ്രദ്ധിക്കുകയോ ചെയ്തു. ഡീലർമാരും ബ്രാൻഡും തമ്മിലുള്ള അവിശ്വാസം അതിന്റെ അറ്റത്തെത്തി. അപ്പോഴും പുതിയ CEO അഡ്രിയാൻ മർഡലിന്റെ കീഴിലുള്ള ജാഗ്വാർ ലാൻഡ് റോവർ കമ്പനി അനങ്ങിയില്ല. കാരണം ലാൻഡ് റോവറിൽ നിന്ന് അവർക്ക് കൂറ്റൻ ലാഭവും വിൽപ്പനയും കിട്ടിക്കൊണ്ടിരുന്നു. ഉണ്ടാക്കാനും വിൽക്കാനും കാറില്ല. EV എന്ന് പറയുന്നതല്ലാതെ കാര്യമായ റിസർച്ച് മുന്നേറ്റങ്ങളില്ല. ടെസ്ല ലോകം കീഴടക്കി കഴിഞ്ഞു. അതിനിടയിലാണ് ജാഗ്വാറിന്റെ അടുത്ത തമാശ വരുന്നത്. 2024 നവംബറിൽ ജാഗ്വാർ അവരുടെ പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റി പുറത്തുവിട്ടു. അവരുടെ DNA ഭാഗമായിരുന്ന ലീപ്പിംഗ് ക്യാറ്റ്, ചാടുന്ന പുലിയെ പടിയിറക്കി വിട്ടു. പതിറ്റാണ്ടുകളായി എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളായ കാറുകളുടെ മുൻപിൽ തിളങ്ങി നിന്ന ഐക്കോണിക് ലോഗോ ഇനിയില്ല. അതിനൊപ്പം ജാഗ്വാറിന്റെ ഗർജിക്കുന്ന മുഖമുള്ള ഗ്രൗളർ ബാഡ്ജ് ഒഴിവാക്കി പകരം അതിജീവനത്തിന്റെ ശൈലിയിലുള്ള ജിയോമെട്രിക് മോണോഗ്രാമും ലളിതമായ പുതിയ വേർഡ് മാർക്കും വച്ചു. ആ തമാശ കണ്ട് ജാഗ്വാർ പ്രേമികൾ കരഞ്ഞ ദിവസമായിരുന്നു അത്. അതിനേക്കാൾ തമാശയായത് പുതിയ ബ്രാൻഡിംഗ് വ്യക്തമാക്കാൻ ജാഗ്വാർ പുറത്തിറക്കിയ പരസ്യ വീഡിയോയാണ്. വീഡിയോയിൽ എവിടെയും ഒരു കാർ പോലും ഉണ്ടായിരുന്നില്ല. വിചിത്ര വസ്ത്രങ്ങൾ ധരിച്ച മോഡലുകൾ ചുറ്റികകളും പെയിന്റ് ബ്രഷുകളും പിടിച്ചുകൊണ്ട് അബ്സ്ട്രാക്ട് ആർട്ട് ആനിമേഷനുകളിലൂടെ നടന്നു നീങ്ങുന്ന പരസ്യം. മെമ്പുടിയായി കോപ്പി നത്തിങ്, ഡിലീറ്റ് ഓർഡിനറി തുടങ്ങിയ ടാഗ് ലൈനുകളും. ഇതൊരു കാർ കമ്പനിയുടെ പരസ്യമാണെന്ന് ഒരാൾക്ക് മനസ്സിലായില്ല. പരസ്യം പുറത്തു വന്ന ഉടൻ ഇലോൺ മസ്ക് എക്സിലൂടെ ചോദിച്ചു, ഡു യു സെൽ കാർസ്? 2024 ഡിസംബറിൽ മിയാമി ആർട്ട് വീക്കിൽ ജാഗ്വാർ അവരുടെ പുതിയുഗ കാർ എന്ന് വിശേഷിപ്പിച്ച് Type 00 EV കൺസെപ്റ്റ് പുറത്തിറക്കി. ഫ്രഷ് കട്ട് എഡ്ജുകളും ഡോക്സി റാഡിക്കൽ സ്റ്റൈലിംഗ് ഉള്ള കാർ. നല്ല നീളമുള്ള ബോണറ്റും ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഫൈലുമാണ് കാറിനുള്ളത്. ലോകം ഇംപ്രസ്ഡ് ആയിട്ടില്ല. കാർ പ്രൊഡക്ഷനിലേക്ക് വികസിപ്പിക്കാനുള്ള ധൈര്യം ജാഗ്വാറിനുമില്ല. ഇനി ഞെട്ടിക്കുന്ന കാര്യം, 2025 ഏപ്രിൽ മാസം പുറത്തു വന്ന കണക്ക് പ്രകാരം ആ മാസം യൂറോപ്പിലാകെ ജാഗ്വാർ വിറ്റത് 49 കാറുകൾ മാത്രമായിരുന്നു. വെറും 49 എണ്ണം. 2026 ജൂലൈയിൽ അതും സംഭവിച്ചു. ലോകത്തിലെവിടെയും ഒരൊറ്റ ജാഗ്വാർ കാർ പോലും വിൽക്കാത്ത മാസം. ജാഗ്വാറിന്റെ മുഴുവൻ ഭാവിയും ഇനി വരാനിരിക്കുന്ന 4 ഡോർ ഇലക്ട്രിക് ഗ്രാൻഡ് ടൂറർ മോഡലിനെ ആശ്രയിച്ചാണ്. ഏതാണ്ട് 1.5 കോടി രൂപ വിലയുള്ള ഈ അൾട്രാ ലക്ഷറി വാഹനം ജാഗ്വാറിനെ പോർഷെ, ബെൻലി തുടങ്ങിയ ബ്രാൻഡുകളുമായി നേരിട്ട് മത്സരിക്കാനാണ് പുറത്തിറക്കുന്നത്. ഒരാൾക്കും ഒരു ഉറപ്പും അക്കാര്യത്തിൽ പറയാനാകുന്നില്ല. എങ്ങനെ പറയും? ഇതുപോലെ ശാപം കിട്ടിയ ഒരു ലക്ഷറി ബ്രാൻഡ് ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടാവും?